ശ്ലീഹാകാലം 1-ാം തിങ്കൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഈജിപ്തിൽ നിന്നുള്ള വിടുതലിന്റെ ഓർമ്മയ്ക്കായി പെസഹ തിരുനാളും അതിനുശേഷം 50 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവപ്രമാണങ്ങൾ നൽകിയതിന്റെ ഓർമ്മയ്ക്കായി പന്തക്കുസ്ത തിരുനാളും ഇസ്രായേൽ വംശം ആചരിച്ചു പോന്നു. പാപത്തിന്റെ അടിമത്ത ഫലമായുണ്ടായ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 50-ാം ദിവസത്തിൽ പന്തക്കുസ്ത ദിനത്തിൽ തീനാക്കളുടെ രൂപത്തിൽ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ വന്നു നിറഞ്ഞു. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കാനത്രേ വരുന്നത്. നീതിമാൻ പോലും 7 വട്ടം പിഴയ്ക്കുന്നു എന്ന് വരികിൽ പാപബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹമായി തീർന്നിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒരു പ്രവണതയാണിത്. പാപസങ്കീർത്തനത്തിനും മറ്റും കൂദാശകൾക്കുമുള്ള പ്രാധാന്യം ഇന്ന് തീരെ കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മിലുള്ള നീതിബോധം നഷ്ടപ്പെട്ടതിനാലാണ് എല്ലാ തരത്തിലുമുള്ള അരാജകത്വങ്ങളും അനൈക്യങ്ങളും സമൂഹത്തിൽ നടമാടുന്നത്. എത്ര കിട്ടിയാലും മതിവരാത്തതിനാൽ ആർത്തി മൂത്ത് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതുപോലും തന്ത്രപൂർവ്വം തട്ടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വാർത്ഥത നിറഞ്ഞ് സ്വന്തം നീതി മാത്രം അന്വേഷിക്കുന്നവരിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട നീതിയെക്കുറിച്ചുള്ള ചിന്ത വരണമെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് വന്നു നിറയണം. പക്ഷം ചേർന്നുള്ള ന്യായവിധികളാണ് ലോകത്തിന്റെ രീതി. പക്ഷേ ദൈവം മുഖംനോട്ടമില്ലാത്തവനാണ്. ന്യായവിധിക്കായി അവൻ കടന്നു വരുമ്പോൾ നീ സമ്പാദിച്ചതൊക്കെ, നിന്റെ വീടും നിന്റെ കാറും നിന്റെ സ്വർണവുമൊക്കെ അഗ്നിയിൽ സ്ഫുടം ചെയ്തു നോക്കും. നാം സമ്പാദിച്ച ഭൗതിക നേട്ടങ്ങളൊക്കെ ദൈവാഗ്നിയിൽ ചുട്ടുചാമ്പലായി പോകുമ്പോൾ അപരന് നീ ചെയ്ത ദൈവിക പുണ്യങ്ങൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. മത്തായി 25-ലെ ഉപമ ഇതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.